നമ്മൾ കറിയിൽ ഇപ്പോൾ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ എല്ലാവരും എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഇത് കഴിക്കാനുള്ള അപ്പോൾ ചമ്മന്തി പൊടി ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ എടുത്ത് കളയൊന്നുമില്ല. നമുക്ക് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ നമ്മൾ ഓരോരുത്തരും കഴിക്കും. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പുളി, വറ്റൽമുളക് ഇവിടെ 6-7 എടുത്തുണ്ട്. ഉഴുന്നും പരിപ്പ് 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് ഒരു 1/4 സ്പൂണ്, 1 മുറി നാളികേരം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഉഴുന്നും പരിപ്പ് ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുക. വറ്റൽമുളക് ഇട്ടതിന് ശേഷം കുറച്ച് നാളികേരം, 1 മുറി നാളികേരം, പിന്നെ കുരുമുളക്, പിന്നെ ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, അതൊക്കെ ഒന്ന്. ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വലിഞ്ഞുണ്ട്. അപ്പോൾ പുളിയിട്ട് ഒന്ന് കുറച്ചും കൂടി ഒന്ന് റോസ്റ്റാക്കി കൊടുക്കാം. അധികം നമുക്കിനി കറിവേപ്പില കഴുകി വെള്ളം വാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വേണം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാനായി. എല്ലാവർക്കും അറിയാം കറിവേപ്പിലയിൽ കാൽഷ്യം, അയൺ, ആൻറ്റി ഓക്സിഡൻറ്റ്, പിന്നെ ഇത് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ്. ദിവസം നമ്മൾ ഒരു പിടി കറിവേപ്പില കഴിക്കുന്നത് വളരെ ഉത്തമമാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ പിടിക്കുമ്പോൾ പൊടിഞ്ഞു വരണം കറിവേപ്പില, അതാണ് അതിൻ്റെ പാകം. ഞാനൊരു ജാറിലിട്ട് പൊടിച്ചെടുത്തു. നമുക്കിനി ഇത് ചൂട് കഞ്ഞി, ചൂട് ചോറ്, ചപ്പാത്തി ഏതിൻ്റെ കൂടെയായാലും നന്നായിട്ട് സെറ്റായി പോകും കേട്ടോ. ഇത് വളരെ നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കഴിച്ചു നോക്കുക.